നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തീയതി പ്രഖ്യാപിച്ചതോടെ പിരിച്ചുവിട്ട പരിശീലന ക്യാമ്പുകൾ ഉടൻ തുറക്കും. പിരിഞ്ഞുപോയ തൊഴിച്ചിലുകാരെ അടക്കം തിരികെ എത്തിച്ചായിരിക്കും പരിശീലനം വീണ്ടും തുടങ്ങുക. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സഹിച്ചാണ് ഇക്കുറി വള്ളങ്ങൾ നീറ്റിലിറങ്ങുക. ആലപ്പുഴ ചുങ്കം സീറോ ബോട്ട് ജെട്ടിയിൽ നിന്ന് മനീഷ് മഹിബാൽ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മനീഷ്. മനീഷ്, 28-ാം തീയതി നമുക്ക് പൊളിക്കണം കേട്ടോ. നമ്മൾ വരുന്നുണ്ട്, വിജയകുമാറും ആഷ്മിയൊക്കെ ഉണ്ട്. ഓക്കെ, പറയൂ. അതെ എസ് കെ, 28-ാം തീയതിയാണ്. ഇനി കേവലം 24 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വള്ളംകളിയെ സംബന്ധിച്ച് അത് അവരുടെ ആഘോഷം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികളുടെ സിരകളിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ് വള്ളംകളി. എന്താണെങ്കിലും ഈ പിരിച്ചുവിട്ട വള്ളംകളി സമിതികൾ അവരുടെ ക്യാമ്പുകൾ, പരിശീലന ക്യാമ്പുകൾ ഉടൻ തുറക്കും. കരകളിൽ ഇപ്പോൾ തന്നെ ആരവം മുഴങ്ങിക്കഴിഞ്ഞു. വള്ളക്കളി ലോകത്തെ പ്രക്ഷുബ്ധമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ മാറി ജലോത്സവ പ്രേമികളുടെ മനസ്സിന് കുളിർമയും ആരവങ്ങളും ആർപ്പു വിളികളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പിരിച്ചിട്ട തൊഴിലാളികളൊക്കെ ഉടനെ എത്തുമോ? ഈ മാലിപ്പുരകളൊക്കെ ഉടനെ സജീവമോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? മാലിപ്പുര ഉടനെ സജീവമാകും. തൊഴിൽക്കാരൊക്കെ ഓൾറെഡി ഞങ്ങൾ ഇൻഫോം ചെയ്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ ഞങ്ങളുടെ സെക്രട്ടറി അതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങളുടെ നെഹ്റു ട്രോഫി ഈ വർഷത്തെ തുടർച്ചയായിട്ടുള്ള അഞ്ചാമത്തെ വിജയത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അനിശ്ചിതമായിട്ട് നീണ്ടുപോയത്. ഏതായാലും ഈ വരുന്ന 28-ാം തീയതി വള്ളംകളി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാ ആൾക്കാർക്കും, പ്രത്യേകിച്ച് മീഡിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ പേരിലുള്ള പിന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ സജീവമാകുന്നതാണ്. ഇന്ന് അത് സംബന്ധിച്ച് ക്ലബിൻ്റെ മീറ്റിംഗ് എല്ലാം വിളിച്ചിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് ഞങ്ങളുടെ പരിപാടികൾ എല്ലാം ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഉദ്ദേശം. ഇതൊരു സാംസ്കാരിക പരിപാടിക്കപ്പുറം സംസ്ഥാനത്ത് തന്നെ ടൂറിസം മേഖലയ്ക്ക് വലിയ വരുമാനം കൊടുക്കുന്ന, സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് കരുത്താകുന്ന ഒരു പരിപാടി കൂടിയാണ്. ടൂറിസം മേഖല ഇത്തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമായിരുന്നു വള്ളംകളി മാറ്റിവെച്ചിരുന്നെങ്കിൽ, റദ്ദാക്കുമായിരുന്നെങ്കിൽ? പിന്നെ ഇത് വളരെയധികം ടൂറിസം മേഖലയെ ബാധിച്ചു എന്ന് വേണമെന്ന് തന്നെ പറയാം. കാരണം ഓഗസ്റ്റ് 10-ാം തീയതി നടത്തിയിരുന്ന വള്ളംകളി മാറ്റിയതോടെ തന്നെ ഓൾറെഡി അതിൽ ഓഗസ്റ്റ് 10-ാം തീയതി ഒത്തിരി ബുക്കിങ്ങുകൾ വന്നിരുന്നതാണ്. പിന്നെ അത് മുടങ്ങുകയും പിന്നീട് ഈ വള്ളംകളി നടക്കുമോ ഇല്ല എന്നുള്ള ട്രെൻഡ് വരികയും പിന്നെ കേരളത്തിൽ തന്നെ ഒരു കലാമിറ്റി നടക്കുന്ന ഏരിയയാണ്, ഇവിടെ വന്നാൽ സേഫ് ആണോ എന്നുള്ള ഒത്തിരി അധികം ആശങ്കകൾ എല്ലാ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വള്ളംകളി ഇപ്പോൾ ഈ പുനരാരംഭിക്കാൻ പോകുന്നത് അത് നമുക്ക് ഭയങ്കര ഒരു ജലോത്സവ പ്രേമികൾ എന്നുകൂടി തന്നെ ഈ ടൂറിസം മേഖലയിൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇതേപോലെ തന്നെ നമുക്ക് ഭയങ്കര അധികം ഒരു ഉത്സാഹം കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ഇത് നടക്കുന്ന കൂടി തന്നെ ഈ പോയ ആൾക്കാരെല്ലാം തിരിച്ചു വരികയും അതേപോലെ ഇനി CBL മത്സരങ്ങൾ തുറന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ വരും മാസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകുന്നതായിരിക്കും. എന്താണെങ്കിലും ഈ വള്ളംകളിയുടെ ബന്ധപ്പെട്ട അനുബന്ധ ആഘോഷ പരിപാടികളെല്ലാം ഒഴിവാക്കിയായിരിക്കും വള്ളംകളി സംഘടിക്കുക. പക്ഷേ അതിൻ്റെ എല്ലാ ആവേശങ്ങളും ഈ വള്ളംകളിക്കുണ്ട്. വള്ളംകളിയുടെ ഒരു തരത്തിലുള്ള ആവേശവും നഷ്ടപ്പെടാതെയുള്ള സംഘാടനമായിരിക്കും നടത്തുക എന്നാണ് ഈ വള്ളംകളി സംഘാടന സമിതി അറിയിച്ചിട്ടുള്ളത്. SK.